കേരളത്തിന്റെ അതിർത്തിക്കരികെ ഇങ്ങനെയൊരു കോട്ടയുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാത്ത 5 കാര്യങ്ങൾ. തിരുവിതാംകൂറിന്റെ ചരിത്രമുറങ്ങുന്ന ഉദയഗിരി കോട്ട. പലർക്കും അറിയാത്ത കാര്യമാണിത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഈ കോട്ട കേവലം ഒരു പ്രതിരോധ കേന്ദ്രം മാത്രമായിരുന്നില്ല, മറിച്ച് അത്യാധുനിക ഒരു ഗൺ ഫൗണ്ടറി കൂടിയായിരുന്നു. ഇവിടെ നിർമ്മിച്ച പീരങ്കികൾ തിരുവിതാംകൂർ സൈന്യത്തെ കൂടുതൽ കരുത്തരാക്കി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ശവകുടീരം. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ഏസ്റ്റേഷ്യസ് ഡെലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ സൈന്യാധിപനായി മാറി. അദ്ദേഹത്തെയും കുടുംബത്തെയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ കോട്ടയ്ക്കുള്ളിലാണ്. വലിയ കപ്പിത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കോട്ടയുടെ നിർമ്മാണ രീതി ശ്രദ്ധേയമാണ്. ഏകദേശം 90 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കൂറ്റൻ ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചാണ്. 15 അടി വരെ കനമുള്ള മതിലുകൾ ഇന്നും കാര്യമായ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിന് ഏറ്റവും അടുത്തുള്ള പ്രധാന പ്രതിരോധ കോട്ടയാണിത്. അടിയന്തര സാഹചര്യങ്ങളിൽ രാജകുടുംബത്തിന് സുരക്ഷിതമായിരിക്കാനുള്ള ഒരിടം കൂടിയാണ് ഉദയഗിരി. ചരിത്ര സ്മാരകം എന്നതിലുപരി ഇതൊരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് കൂടിയാണ്. അപൂർവമായ മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, മാനുകൾ എന്നിവ ഇവിടെ കാണാം. കുടുംബത്തോടൊപ്പം വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ലൊക്കേഷനാണിത്.